മിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, മത്തായിയുടെ സുവിശേഷം 12-ാമത്തെ അധ്യായം 1 മുതലുള്ള തിരുവചന ഭാഗങ്ങൾ. ഈശോയും ശിഷ്യന്മാരും ഗോതമ്പ് വയലിലൂടെ കടന്നു പോകുമ്പോൾ ശിഷ്യന്മാർ കതിരുകൾ പറിച്ച് കഴിക്കുകയാണ്. ഇത് കണ്ട ഫരിസേയർ ഈശോയോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നിൻ്റെ ശിഷ്യന്മാർ ഈ സാബത്ത് ലംഘിക്കുന്നത്? ഈശോ ഇതിന് മറുപടിയായിട്ട് 2 ഉദാഹരണങ്ങൾ നൽകുന്നുണ്ട്. ദാവീദിൻ്റെയും അനുചരന്മാരുടെയും പുരോഹിതന്മാർ സാബത്ത് ലംഘിക്കാതെ തന്നെ എങ്ങനെ അവർ സാബത്താചരണം നടത്തുന്നു എന്നുള്ളതിനെക്കുറിച്ചും എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈശോ അവസാനം പറയുകയാണ്, ദൈവത്തേക്കാൾ ശ്രേഷ്ഠമായ ഒന്ന് ഇവിടെയുണ്ട്, അത് ഞാൻ തന്നെയാണ്. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന കരുണ അത് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും കുറ്റങ്ങൾ കാണുന്ന മനുഷ്യരുണ്ട്. ഒരു കാര്യത്തിലും വിടാതെ എല്ലാ കാര്യത്തിലും കുറ്റം. എന്ത് കണ്ടാലും അതിലെല്ലാം പരാതികൾ, അതിലെല്ലാം കുറവുകൾ. ഒരു കാര്യത്തിൻ്റെയും ഒരു നന്മയുടെയും നന്മയെ അംഗീകരിക്കാൻ മനസ്സില്ലാത്ത ഒത്തിരി അനുഭവങ്ങളുണ്ട്. അവിടെയൊക്കെ ഈശോ പഠിപ്പിക്കുന്ന ഈ ഒരു കാര്യമുണ്ട്. ബലിയല്ല, കരുണയാണ് ആവശ്യം. കരുണ കൊടുക്കാനായിട്ട് ചില കുറവുകളൊക്കെ ഉണ്ടാകുമ്പോൾ, നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും അപ്രകാരമുള്ള കുറവുകൾ ഉണ്ടാകുമ്പോൾ ഈ കുറവുകളെ മനസ്സിലാക്കി സ്നേഹിക്കാനായിട്ട്, ആ കുറവുകൾ ഉണ്ടാകുന്ന വ്യക്തികളെ കുറെ കൂടി ഒന്നും മനസ്സിലാക്കാനായിട്ട് ഒക്കെ ഈശോ പഠിപ്പിക്കുകയാണ്. കർത്താവ് പറയുന്ന ഈ വചനം ഹൃദയത്തിലുണ്ടാകട്ടെ. നല്ല ദിനം ആശംസിക്കുന്നു.